ഇതിപ്പം LLM തമാശ വരെ പറയും. എന്നുവെച്ചാൽ ഞങ്ങള് ഒരു സ്കിറ്റ് കളിച്ചില്ലേ നമ്മുടെ എന്താ ഓഫീസിന്റെ പരിപാടിക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതി ജെമിനിയ. സത്യമായിട്ടും സ്ക്രിപ്റ്റ് എഴുതി ജെമിനിയ. അങ്ങനെ പറയേ. ലാലേട്ടന് ഒരു പടം എടുക്കണ സ്ക്രിപ്റ്റ് എഴുതി ഡയറക്റ്റ് ചെയ്ത പടം വരുമോ? അതില് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഉള്ള എലമെന്റ് എന്ന് അറിയോ? അതായത് ടെസ്റ്ററുടെ റോളിന് പേരിട്ടത് ഭാഗീരഥി അമ്മ. അത് സജസ്റ്റ് ചെയ്താണോ? അത് സജസ്റ്റ് അത് റോളിന് അത് രസം എന്ന് വെച്ചാൽ ടെസ്റ്ററാണ് അമ്മായിയമ്മ, ഡിസൈനറാണ് മരുമകൾ, ഓക്കെ, ഡെവലപ്പറാണ് ഇവർ ഇടയ്ക്ക് കഷ്ടപ്പെടുന്ന ഡെവലപ്പറാണ്. ഡെവലപ്പറിന്റെ പേര് കോമളൻ, ഓക്കെ. ഇതിന്റെ മാനേജറുടെ പേര് ഗോപിനാഥൻ നായർ. ഇത് ഈ കംപ്ലീറ്റ് സാധനങ്ങളും ഞാൻ പറഞ്ഞത് എനിക്ക് ഓഫീസിൽ ഇങ്ങനെ ഒരു ഇവന്റ് ഉണ്ട്. അതിന് എനിക്കൊരു സ്കിറ്റ് കളിക്കണം. അതിനെനിക്ക് സീരിയൽ സംഭവത്തിനെ എടുത്ത് നമ്മുടെ മലയാളം സീരിയലിനെ എടുത്തിട്ട് എനിക്ക് ഇതിലേക്ക് മെറ്റഫോറായിട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് കൊടുത്തു. അപ്പം അതിൽ നിന്ന് കിട്ടിയ ഔട്ട്പുട്ടാണിത്. അമ്മായിയമ്മയുടെ പേര് ഭഗീരഥി അമ്മ. അതത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ആ ലെവലിലേക്ക് വന്നുള്ളതാണ്. പക്ഷെ ചാറ്റ്ജിപിറ്റിയെക്കാളും എനിക്ക് മലയാളം സൂപ്പറായിട്ട് തോന്നുന്നത് ജെമിനി അല്ലേ? പെർപ്ലെക്സിറ്റിയിലുണ്ടോ? അല്ല, പെർപ്ലെക്സിറ്റി എന്ന് പറയുന്നത് അത്ര ഫുൾ LLM അല്ല. ഇതിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു സാധനം. പക്ഷെ അതില് ജെമിനി ഉണ്ട്, അതിന്റെ പുറകില് ജെമിനി ഉണ്ട്. ഈ ഇപ്പം ഹരീഷ് പറഞ്ഞ പോലെ ലാലേട്ടന്റെ സിനിമ ഇനി സ്ക്രിപ്റ്റ് വരുമോ എന്ന് ചോദിച്ചാൽ, ആക്ച്വലി ഇനി ലാലേട്ടന്റെ സിനിമയ്ക്ക് ലാലേട്ടനെ ആവശ്യമില്ല. എന്തിനാണ് ലാലേട്ടൻ? അങ്ങനെ സീരിയസ്ലി ഇത് ഒറിജിനൽ ലാലേട്ടനാണോ AI ജനറേറ്റഡ് ലാലേട്ടനാണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ AI ജനറേറ്റഡ് പിക്ചറിനുള്ള ചെറിയ ഡിഫറൻസ് ഉണ്ട്. അത് നമ്മൾ 3 പേരെക്കാളും ഈ പുള്ളിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാവും. കാരണം അവരാ ഇതിനകത്തുള്ളത്. ഇപ്പൊ വരുന്ന പിക്ചേഴ്സ് പലതും തിരിച്ചറിയാൻ പറ്റാത്തോലായി. ഇപ്പൊ നാനോ ബനാന ക്രിയേറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന പിക്ചർ നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാനിവിടെ ദുബായിലെത്തി, ഞാൻ മറ്റേ ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങുന്ന ഫോട്ടോ, എന്തോ പ്രൈവറ്റ് ജെറ്റിൽ വന്ന് ഇറങ്ങിയ പോലെ അതിന്റെ അടുത്ത് നിൽക്കുന്ന ഫോട്ടോ എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഈ സ്ക്രിപ്റ്റ് എഴുതി ലാലേട്ടനെ കൂടെ അങ്ങ് വെച്ചാ പോരെ. സത്യം പറഞ്ഞാൽ ലാലേട്ടൻ പോസ്റ്റ് ഇത് മാത്രം പറയും. അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ ടൈറ്റിൽ കിട്ടി. ആള് ചീത്തകള ഉപ്പത്ത് ലാലേട്ടൻ ഫാൻസ് കൂടെ മലയാളം ആരാണെങ്കിൽ ലാലേട്ടന്റെ ആവശ്യം മലയാള സിനിമയിൽ ലാലേട്ടന്റെ ആവശ്യമില്ലാതെ. അല്ല, ഞാൻ പറയുന്നത് ഇതിൽ ഒരു വേറെ സൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടേഴ്സിന് മരണമില്ല ഇനി. അതായത് ഇപ്പൊ എറ്റേണലാണ്, എപ്പോഴും വേണമെങ്കിൽ ചെയ്യാം. ഇപ്പൊ ചെയ്ത വർക്കുകൾ കിടക്കുമല്ലോ. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ പുതിയ ആക്ടേഴ്സ് ഉണ്ടാവില്ല. അത് ആ മേഖലയിൽ മാത്രമല്ല, ഇപ്പൊ നമ്മുടെ ഡെവലപ്പേഴ്സ് ഇല്ലേ, ഇപ്പം പുതിയ കമ്പനികളിലൊന്നും ഡെവലപ്പറിന്റെ ആവശ്യമില്ല. ഡെവലപ്പർ എന്ന് പറയുന്ന റോള് ശരിക്കും AI ചെയ്തോളും. നമ്മൾ കോഡ് എഴുതാൻ അവനോട് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. ഇന്ന സാധനത്തിൽ കോഡ് എഴുതണം, അവൻ കൃത്യമായിട്ട് കോഡ് എഴുതി തരും. ഇതിന്റെ പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സീനിയർ ലെവലിലുള്ള 1-2 പേരുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ അടുത്ത ഒരു സീനിയറിനെ എങ്ങനെ ഉണ്ടാക്കും അറിയത്തില്ല. സീനിയർ ആവണമെങ്കിൽ അവൻ ജൂനിയറായി വരണമല്ലോ. ഇപ്പൊ സപ്പോസ് നമ്മള് തൽക്കാലം നമ്മൾ ലാലേട്ടനെ മാറ്റുന്നില്ല, ബാക്കി സ്റ്റാർസിനെ എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാമല്ലോ. ലാലേട്ടൻ അഭിനയിച്ചോട്ടെ, പക്ഷെ ആ കൂട്ടത്തിൽ നമുക്ക് നല്ലൊരു കറക്റ്റ് ആപ്റ്റ് റോൾ ഉണ്ട്, നെടുമുടി വേണം, നമ്മളങ്ങ് ക്രിയേറ്റ് ചെയ്യണം. സത്യമല്ലേ? കാരണം ഈ ആൾക്കാർ ഇന്നും മിസ് ചെയ്യുന്നു. ഇപ്പൊ ലാലേട്ടൻ തന്നെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞു, പഴയ ഏതോ ചന്ദ്രലേഖ സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിൽ അഭിനയിച്ച മിക്ക ആൾക്കാരും മരിച്ചുപോയി. അതൊക്കെ വേണമെങ്കിൽ റീപ്ലേസ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ഒരു പടം തീർച്ചയായിട്ടും കാണുന്നുണ്ടെങ്കിൽ 100ാമത്തെ പടം അങ്ങനെ എടുക്കാൻ വേണമെങ്കിൽ. അല്ല, അത് പണ്ടും പോസിബിൾ ആയിരുന്നു. AI ഇല്ലാതെ തന്നെ ഗ്രാഫിക്സിൽ നമുക്ക് വേണേൽ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ കാണുന്ന പല പടത്തിന്റെയും വിഷ്വൽസ് ഗ്രാഫിക്സ് ആണല്ലോ. അപ്പൊ അത് നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ ചെയ്യാം. പക്ഷെ അതിന് വരുന്ന കോസ്റ്റും എഫേർട്ടും ഹ്യൂജ് ആണ്. ഇപ്പൊ അതില്ല. ഇപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പൊ കുറച്ചുകൂടെ ബെറ്റർ ആയി വരുന്നു. AI തന്നെ വന്നിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കി അത് മാർക്കറ്റിലേക്ക് പോയി ആ പടം ഓടിയില്ല എന്നുണ്ടെങ്കിലും അതിന് മാത്രം വലിയൊരു ലോസ് വരാനില്ല. എന്റർടൈനിങ്. നമ്മള് മൂവി എന്ന് പറയുമ്പോൾ അവിടെ ഡ്രാമയല്ലല്ലോ, ആൾക്കാർ അവിടെ നിന്ന് അഭിനയിക്കുന്നില്ല, അതൊരു സ്ക്രീനാണ് ബേസിക്കലി. അപ്പൊ ആ സ്ക്രീനില് വേറൊന്നും ഇല്ല, അതിന് വേറെ ഔട്ട്പുട്ട് ഇല്ല. ഇത് കൂടുതൽ ഔട്ട്പുട്ട് ഇനി കിട്ടാനില്ല. ഇല്ല, ലാലേട്ടൻ വന്നാലും ലാലേട്ടന്റെ ഗ്രാഫിക്കൽ ഇമേജ് വന്നാലും ദ ഔട്ട്പുട്ട് ഈസ് സെയിം, എക്സാക്ട് സെയിം ഡെലിവറി ആണ് അവിടെ.
അപ്പൊ വേണമെങ്കിൽ ഇപ്പം ഡേറ്റ് ഇല്ലാത്ത ഇഷ്യൂ ഇപ്പൊ ലാലേട്ടൻ പറയാം എനിക്കിപ്പോ ഡേറ്റ് ഇല്ല, വേണമെങ്കിൽ പുള്ളിക്ക് സൈഡിൽ കൂടെ വേറെ പടം ചെയ്യാം. അല്ല പുള്ളിക്ക് ഒരു ലൈസൻസിങ് വെച്ചാ പറയും. എക്സാക്ട്ലി. അതൊരു പോയിന്റ്. ലൈസൻസിങ് വെച്ചാ പറയും. എന്നെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ എന്റെ ഇമേജ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്ര രൂപ കിട്ടണം, കോൺട്രാക്ട് സൈൻ ചെയ്യുന്നു. അതൊരു ബ്രില്യന്റ് ഐഡിയ കേട്ടോ, ഇത്ര വലിയ സ്റ്റാർസിനൊക്കെ ചെയ്യാം. സീരിയസ്ലി കേട്ടോ. അപ്പം മൾട്ടിപ്പിൾ പടങ്ങളും കാണാൻ ആൾക്കാർക്ക്